നമസ്കാരം. ദൈവം തന്നെ സ്നേഹിക്കുന്നു എന്നുള്ള തുടർ പരമ്പരയിൽ നമ്മൾ കഴിഞ്ഞ മാസം ചെയ്യേണ്ടതായിരുന്നു. നമ്മൾ മാസത്തിലൊരു വീഡിയോ വെച്ചാണ് ചെയ്യുന്നത്. പക്ഷേ അത് മാസത്തിനുള്ള കണ്ടീഷനൊക്കെ കൂടുതൽ കർത്താവ് ഇടപെടുന്നു എന്നുള്ളൊരു വിഷയമുണ്ടത്. കാരണം കൂടുതൽ കാര്യങ്ങളിൽ കർത്താവ് നമ്മളോട് സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അത് നിങ്ങളിലേക്ക് എത്തിക്കാതിരിക്കാൻ കഴിയാത്തൊരു സാഹചര്യം വരികയാണ്. ഓക്കെ, കഴിഞ്ഞ വീഡിയോസൊക്കെ പലർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. പിന്നെ പ്രാർത്ഥനയ്ക്ക് വിളിക്കുന്ന ആളുകളുണ്ട്, തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാറുണ്ട്. പല ആളുകളും പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയതായിട്ട് പറഞ്ഞിട്ടുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ദൈവം പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവമാണ്. പക്ഷേ പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾക്ക് എന്തുകൊണ്ട് മറുപടി തരുന്നില്ല എന്ന് നമ്മൾ ചിന്തിച്ച് നോക്കേണ്ടതായിട്ടുണ്ട്. അവിടെയാണ് നമ്മുടെ പ്രശ്നങ്ങൾ. എന്തുകൊണ്ട് ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്നില്ല? അതൊരു വലിയ വിഷയമാണത്, തീർച്ചയായിട്ടും അല്ലേ? അപ്പോൾ ആ ഒരു വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പ്രാർത്ഥനയ്ക്ക് നമുക്ക് മറുപടി കിട്ടുന്നില്ല എങ്കിൽ അതിന് കാരണങ്ങളുണ്ട്. ആ കാരണത്തെ നമ്മൾ അന്വേഷിച്ച് പോകണം. തീർച്ചയായിട്ടും നമുക്ക് ആ കാര്യത്തിലൊന്ന് ശ്രദ്ധിച്ച് നോക്കാം. പ്രാർത്ഥിക്കുമ്പോൾ ദൈവവചനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ദൈവവചനം വായിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ ചില വാക്യങ്ങൾ നമ്മളെ ഒരു വല്ലാതെ അങ്ങോട്ട് സ്ട്രൈക്ക് ചെയ്യും, വല്ലാതെ ഇടപെടും. അത് എൻ്റെ കുറവുകളുമുണ്ട് കേട്ടോ. അതിൽ എൻ്റെ കുറവുകൊണ്ടാണ് എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ കുറവുകളാണെന്ന് ഞാൻ പറയുന്നില്ല, എൻ്റെ കുറവുകൾ. അപ്പോൾ എനിക്ക് ആ കുറവുണ്ട് എന്ന് എനിക്ക് തോന്നുമ്പോൾ തീർച്ചയായിട്ടും അത് നിങ്ങളോട് പറയണമെന്ന് എനിക്ക് തോന്നി. കാരണം അല്ലെങ്കിൽ കർത്താവ് എന്നോട് ഇടപെടുന്നു. തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഒരു വാക്യം എടുത്ത് വായിച്ചു നോക്കാം. സങ്കീർത്തന പുസ്തകത്തിൽ 12-ാം അധ്യായത്തിൽ 1-2 വാക്യങ്ങൾ. അവിടെ ഒരു വളരെ ഗൗരവമുള്ളൊരു വിഷയമാണത്. യഹോവേ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ, ശ്രദ്ധിക്കുക, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു. ഓരോരുത്തൻ താൻ്റെ കൂട്ടുകാരോട് വ്യാജം സംസാരിക്കുന്നു. കപടമുള്ള അധരത്തോടും ഇരുമനസ്സോടും കൂടെ അവർ സംസാരിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് പലപ്പോഴും മറുപടി കിട്ടുന്നില്ല എങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുക. നമ്മുടെ വിശ്വസ്തതയ്ക്ക്, കർത്താവുമായിട്ടുള്ള വിശ്വസ്തതയ്ക്ക് നമുക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് ചിന്തിക്കണം. കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്വസ്തത ഇല്ലാത്തിടത്തോളം കാലം നമുക്ക് അതനുസരിച്ച് വളരെ പ്രയാസം ഉണ്ടാക്കും. ഈ ഒരു വചനം ഞാൻ പറയട്ടെ, എന്നെ സംബന്ധിച്ച് ഞാൻ പറയാം, വളരെ കാലം ഞാൻ എൻ്റെ മനസ്സിലിട്ടിട്ട് തിരിച്ചും മറിച്ചും ചിന്തിച്ച ഒരു വിഷയമാണ്. എന്നോട് കാലങ്ങൾ ഞാൻ കൊണ്ടുവരുന്നൊരു വിഷയമാണത്. വിശ്വസ്തത, അതിനെ സംബന്ധിച്ച് നമുക്കൊക്കെ അറിയാം. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും അല്ലേ? അങ്ങനെ എല്ലാവർക്കും അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായ സാധ്യതയുണ്ട്. വിഷയത്തിൽ വിശ്വസിച്ച ആളുകൾ നമ്മളെ പറ്റിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന വിഷയങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സംഭവിച്ചിട്ടുണ്ടാവും അല്ലേ? എനിക്കും എന്നെ സംബന്ധിച്ചുണ്ടായിട്ടുണ്ട് കേട്ടോ. എനിക്കും അങ്ങനെ തന്നെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അപ്പോൾ നമുക്ക് പലപ്പോഴും നമുക്കത് ഒരുപാട് ഹൃദയവേദന ഉണ്ടാക്കും അല്ലേ നമുക്ക്? അങ്ങനെ പക്ഷേ നമുക്കെന്താ പറയുക, പല കാര്യം ഞാനത് എങ്ങനെ വിശദീകരിക്കണമെന്നുള്ളത് എനിക്ക് അറിയാൻ കഴിയുന്നില്ല. കാരണം ഒരു സുഹൃത്തിനോട് അല്ലെങ്കിൽ നമുക്ക് പ്രിയപ്പെട്ട ഒരാളോട് നമ്മൾ ചില കാര്യങ്ങൾ പറയുക. അപ്പോൾ സുഹൃത്ത് ബന്ധത്തിൻ്റെ പേരിൽ നമ്മൾ ചില കാര്യങ്ങൾ ഷെയർ ചെയ്യുക. പ്രിയമുള്ളവരെ, നമ്മളോട് ഇടപെടുന്ന രീതി വെച്ചിട്ടാണ് നമ്മൾ ഒരാളുടെ വിശ്വസ്തത അന്വേഷിക്കുന്നത് അല്ലേ? വിശ്വസ്തത അളക്കുന്നത്. അങ്ങനെ അളക്കുമ്പോൾ നമ്മൾ ആ ഷെയർ ചെയ്ത കാര്യങ്ങൾ ആരോട് പറയരുത് എന്ന് നമ്മൾ ആഗ്രഹിച്ചോ അവരോട് തന്നെ പോയി പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? അങ്ങനെ ആരോട് പറയരുത് എന്ന് നമ്മൾ ആഗ്രഹിച്ച് അവരോട് തന്നെ പറയുക ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കെന്താ ചെയ്യാൻ കഴിയുക? അവനെ വിശ്വസ്തനല്ല എന്ന് എണ്ണുക മാത്രമേ നമുക്ക് ചെയ്യാൻ മാർഗമുള്ളൂ അല്ലേ? കാരണം അദ്ദേഹം നമ്മുടെ വിശ്വാസക്കേട് കാണിച്ചു കഴിഞ്ഞു അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കൊക്കെ ഇതുപോലെ അനുഭവങ്ങൾ ധാരാളമായിട്ടുണ്ടാവും അല്ലേ? എനിക്ക് അങ്ങനെ ഒരുപാട് അനുഭവം ഉണ്ടായിട്ട്. കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ ഒരാളോട് ഇടപെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എനിക്ക് ശകലം വിശ്വാസം തോന്നിക്കഴിഞ്ഞാൽ ഞാൻ അവരോട് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യും. കാരണം അവർ കുറച്ച് കാര്യങ്ങൾ എന്നോട് ഷെയർ ചെയ്യും. അപ്പോൾ പലപ്പോഴും എനിക്ക് പറ്റുന്നൊരു അബദ്ധം എന്താണെന്ന് വെച്ചാൽ അവർ കുറച്ച് കാര്യങ്ങൾ എന്നോട് പറയും. അയ്യോ അദ്ദേഹത്തിൻ്റെ കുറേ സങ്കടങ്ങൾ പ്രയാസങ്ങൾ എന്നോട് പറഞ്ഞല്ലോ,
അപ്പോൾ ഞാൻ അദ്ദേഹമായിട്ട് സംസാരിച്ചു. അപ്പോൾ എൻ്റെ വിഷമങ്ങൾ ഞാൻ അദ്ദേഹത്തോടും പറയും, അല്ലേ? സ്വാഭാവികമായിട്ട് അദ്ദേഹം പറഞ്ഞത് ഒരു 10 കാര്യം പറഞ്ഞാൽ ഞാനൊരു 50 കാര്യം പറയും. സ്വാഭാവികമായിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വഭാവം കാണിക്കും. അത് എല്ലാം ലോകത്തോട് പറയും, അല്ലെങ്കിൽ നമ്മൾ ആരോട് പറയരുന്ന് ആഗ്രഹിച്ചോ അത് അവരോട് പറയും. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളാണ്, അല്ലേ? തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത്, കർത്താവ് പറയുന്നത് വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാർ കുറയുന്നുവെന്ന്. അത് വലിയൊരു സത്യം തന്നെയാണ് നമുക്ക് കാണാൻ കഴിയും, അല്ലേ? നാം ഒരിക്കലും പ്രതീക്ഷിക്കാത്തവരാണ് അവിശ്വസത കാണിക്കുന്നത്, അല്ലേ? അപ്പോൾ നമ്മൾ പലപ്പോഴും ചിന്തിക്കുക ആരെയാണ് പിന്നീട് നമ്മൾ വിശ്വസിക്കുക, അല്ലേ? പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നൊരു വിഷയമാണ്. ഇപ്പം കത്തോലിക്ക വിശ്വാസികളെ സംബന്ധിച്ചൊക്കെ പിന്നെ അവർക്ക് കുമ്പസാരിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്, അല്ലേ? കുമ്പസരിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. അവർ കുമ്പസരിച്ച് കഴിയുമ്പോൾ അവർക്ക് കുറേ പ്രയാസങ്ങളൊക്കെ, മാനസികമായിട്ട് വിഷയങ്ങളൊക്കെ മാറും, സ്വാഭാവികമായിട്ടും. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ കുമ്പസാര രഹസ്യം ഉപയോഗിച്ച് ഒരാളെ ദുരുപയോഗം ചെയ്യാൻ ശ്രമിച്ച ഒരു വൈദികനെ എനിക്കറിയാം. ആ വിഷയത്തിൽ ബാഹ്യമായിട്ടാണെങ്കിലും അല്ലെങ്കിൽ എങ്ങനെയാലും മറ്റെന്താ പറയുക പ്രകടമായിട്ടായാലും എനിക്ക് ഇടപെടേണ്ട ഒരു സാഹചര്യങ്ങൾ ഒരിക്കലും വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ 5 ഗുണങ്ങളിൽ എനിക്ക് തോന്നുന്നൊരു വിഷയം എന്താ പറയുക, ഇതിൽ 4 ഗുണം ഉണ്ടായാലും വിശ്വസ്തത ഇല്ലാണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും യാതൊരു കാര്യമില്ലാന്ന് എനിക്ക് തോന്നുന്നത്. ശരിയായിരിക്കില്ലേ? നമുക്ക് ചിന്തിച്ച് നോക്കിയാലോ, അല്ലേ? ഇപ്പം ഞാൻ പറയാം, വളരെ ദയയുള്ള ആളാണ്, ദയ നമ്മുടെ ഇതിൽ പറഞ്ഞിരിക്കുന്നതാണ്, അല്ലേ? സൗമ്യനാണ്, ഇന്ദ്രിയങ്ങളെ ജയിച്ചവനാണ്, എല്ലാറ്റിലും ഉപരി പരോപകാരിയാണ്. ദയയുള്ള ആളാണ്, സൗമ്യനാണ്, ഇന്ദ്രിയങ്ങളെ ജയിച്ച ആളാണ്, പരോപകാരിയാണ്, ഒക്കെ ശരിയാണ്, അല്ലേ? പക്ഷെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് വന്നാൽ എന്താ ചെയ്യുക, അല്ലേ? അവൻ്റെ സകല മാർക്കറ്റും പോയില്ലേ? നമ്മൾ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് ഉള്ള അതുവരെയുള്ള എല്ലാ ഗുണങ്ങളും അവിടെ തീർന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വിശ്വസ്തതയ്ക്ക് നമുക്ക് പിന്നെ ശരിക്കും പറഞ്ഞാൽ ബൈബിൾ വായിച്ചാൽ നമുക്ക് മാതൃകകൾ ഇഷ്ടം പോലെ ഉണ്ട്, അല്ലേ? നമുക്കിപ്പോൾ ഒരു 2 ചിന്തകൾ നമുക്ക് ചിന്തിച്ച് നോക്കിയാലോ. പിന്നെ മോശയെക്കുറിച്ച് എബ്രായർ എഴുതിയ ലേഖനത്തിൽ 3:2 പറയുന്നു, മോശ ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നത് പോലെ, മോശ ദൈവഭവനത്തിലൊക്കെ വിശ്വസ്തനായിരുന്നത് പോലെ യേശുവും തന്നെ നിയമിച്ചാക്കിയവന് വിശ്വസ്തനാകുന്നു. യേശുവും തന്നെ നിയമിച്ചാക്കിയവന് വിശ്വസ്തനാകുന്നു. യേശുവിനെ നിയമിച്ചാക്കിയ നമുക്കറിയാം പിതാവായ ദൈവമാണ്, അല്ലേ? മോശ ദൈവഭവനത്തിലൊക്കെ വിശ്വസ്തനായിരുന്നു. ഒരു വാക്ക് വ്യത്യാസമോ ഒരു തെറ്റോ കുറ്റമോ ഒന്നും ചെയ്തിട്ടില്ല. കർത്താവിനോട് ആലോചിക്കാണ്ട് മോശ ഒരു കാര്യം ചെയ്തിട്ടില്ല. അപ്പോൾ ഇവർ വിശ്വസ്തനായിരിക്കാതെ കർത്താവ് നമുക്ക് വിശ്വസ്തനാകുന്നു, അല്ലേ? അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാക്കുക. ഇവിടെ മനസ്സിലാക്കുക, മോശ ദൈവസന്നിധിയിൽ ഇതം പര്യന്തം വിശ്വസ്തനായിരുന്നു. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്താണെന്ന് നിങ്ങൾക്കറിയോ? യേശുവിൻ്റെ വിശ്വസ്തതയുടെ കൂടെ മോശയുടെ വിശ്വസ്തതയും ചേർത്ത് വെച്ചോ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എന്താ ഇവിടെ മോശയുടെ വിശ്വസ്തത യേശുവിൻ്റെ വിശ്വസ്തതയോട് കൂടെ സാമ്യപ്പെടുത്തി എന്നുള്ളതാണ്, അല്ലേ? അപ്പോൾ ഇതിൽ കൂടുതൽ മോശയുടെ വിശ്വസ്തതയ്ക്ക് ഉറപ്പുമല്ലോ വേണോ? കർത്താവ് തന്നെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടല്ലേ മോശയെക്കുറിച്ച്. സംഖ്യാപുസ്തകം 12:7 പറയുന്നത്, എൻ്റെ ദാസനായ മോശയോ, ചിന്തിക്കണം, എൻ്റെ ദാസനായ മോശയോ അങ്ങനെയല്ല, അവൻ എൻ്റെ ഗൃഹത്തിലൊക്കെയും വിശ്വസ്തനാകുന്നത്, അവൻ എൻ്റെ ഗൃഹത്തിലൊക്കെയും വിശ്വസ്തനാകുന്നു എന്നാണ് വചനം പറയുന്നത്. മോശയെക്കുറിച്ച് പിന്നെ ദൈവം തന്നെ, മോശയുടെ വിശ്വസത്തെക്കുറിച്ച് ദൈവം തന്നെ സാക്ഷ്യം പറയുന്നു, അല്ലേ? അപ്പം നമ്മളെ സംബന്ധിച്ച് ചിന്തിച്ചാൽ, അല്ലേ, എന്നാൽ മനുഷ്യനെ സംബന്ധിച്ച് വചനം പറയുന്നത് എന്താ? ഒരുവൻ പോലും ഇല്ല, അല്ലേ? വിശ്വസ്തരും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് വചനം നമ്മളോട് പറയുന്നത്. ആദ്യഘട്ടങ്ങളിൽ കർത്താവിനെ അറിഞ്ഞു, അല്ലെങ്കിൽ കർത്താവിലേക്ക് എത്തി, വിശ്വാസത്തിലെത്തി, അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ മുട്ടുമടക്കി ഒരു വിശ്വാസത്തിലേക്ക് വരുന്ന കാലഘട്ടങ്ങളിലൊക്കെ ഒരു പക്ഷേ നമുക്കൊക്കെ ഒരുപാട് വിശ്വസ്തത കാണാൻ കഴിയും, അല്ലേ? പക്ഷേ പിന്നീട് പല ഘട്ടങ്ങളിൽ ഈ വിശ്വാസം നമുക്ക് നഷ്ടപ്പെടുന്നതായിട്ട് കാണാൻ കഴിയും, അല്ലേ? അതിന് പല കാരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഒന്ന്, ഇപ്പോൾ അധികാരത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ അധികാരം മനുഷ്യൻ്റെ വിശ്വസ്തതയ്ക്ക് ഒരുപാട് പ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതുപോലെ പണസംബന്ധമായ വിഷയങ്ങൾ, അല്ലേ?
പണസംബന്ധമായ വിഷയങ്ങളും മനുഷ്യൻ്റെ വിശ്വസ്തതയ്ക്ക് പ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്, തീർച്ചയായിട്ടും അല്ലേ. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ മുന്തി നിൽക്കണം. അത് അംഗീകാരത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് വിശ്വസ്തത കുറവ് കാണിക്കുന്നതായിട്ട് നമുക്ക് ലോകത്തിലേക്ക് നോക്കിയാൽ കാണാൻ കഴിയും അല്ലേ. പിന്നെ അസൂയ, കുശുമ്പ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വിശ്വസ്തതയ്ക്ക് കുറവ് വരുത്താനുള്ള സാധ്യതകൾ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ അധികാരം നിലനിർത്താൻ വേണ്ടിയിട്ട് ചില പ്രയാസങ്ങളിലൊക്കെ ചില കാര്യങ്ങളിലൊക്കെ അധികാരം നിലനിർത്താൻ വേണ്ടിയിട്ട് ആളുകൾ ചെയ്യുന്ന കാര്യങ്ങളെ കണ്ടു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ പുറത്തേക്ക് നോക്കിയാൽ, രാഷ്ട്രീയത്തിലേക്ക് നോക്കിയാൽ, ലോകത്തിലേക്ക് നോക്കിയാലൊക്കെ നമ്മൾ കാണുന്നത് അല്ലേ എന്തുമാത്രം ചതിയും വഞ്ചനയും അല്ലേ. ഇന്ന് ചേർത്ത് പിടിച്ചവനെ നാളെ തള്ളിക്കളയുന്നൊരവസ്ഥ അല്ലേ. നാളെ തള്ളിക്കളഞ്ഞതിനെ അടുത്ത ദിവസം കൂട്ടി ചേർത്ത് പിടിക്കുന്നൊരവസ്ഥ. അപ്പോൾ വിശ്വസ്തതയ്ക്ക് യാതൊരു കാര്യമില്ലാത്ത ഒരു അവസ്ഥയിലാണ് നമ്മൾക്ക് കാണാൻ കഴിയില്ല. നട്ടാൽ കുരുക്കാത്ത നുണ. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയെ കൊണ്ട് പോലും നട്ടാൽ കുരുക്കാത്ത നുണ പറയുന്ന വിഷയങ്ങൾ അല്ലേ. ചില നുണകൾ സത്യം പറയാൻ ചില കുടുംബങ്ങളെ തകർക്കുന്ന രീതിയിലേക്ക്, ഒരു വ്യക്തിയെ തകർക്കുന്ന രീതിയിലേക്കൊക്കെ പോകാറുണ്ട് അല്ലേ. ഒരു വ്യക്തിക്ക് മാനസികമായിട്ടല്ല കുടുംബത്തെ മൊത്തം നശിപ്പിക്കുന്ന രീതിയിൽ ഉള്ള നുണകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. പല പ്രയാസങ്ങളും നമ്മൾ ലോകത്തിലേക്ക് നോക്കിയാൽ ആ രീതിയിൽ കാണാൻ കഴിയും. പക്ഷെ അപ്പോഴും ഒരു മനസാക്ഷി കുത്തും ഇല്ലാതിരിക്കുന്ന ആൾക്കാരെ നമുക്ക് ഈ രംഗത്ത് കാണാൻ കഴിയും അല്ലേ, തീർച്ചയായിട്ടും അല്ലേ. അപ്പം പിന്നെ ചിലപ്പോഴൊക്കെ ചെറിയ ചെറിയ തട്ടിപ്പുകളൊക്കെ ആയിരിക്കും കാണിക്കുന്നത്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. അത് പിന്നെ ജീവിതത്തിലേക്ക് വരുമ്പോൾ, കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വരുമ്പോൾ അതെല്ലാം തട്ടിപ്പ് തന്നെയാണ്. ഒരു നിസ്സാര കാര്യത്തിന് ഒരു സമാധാനം പറയേണ്ടി വരും, അല്ലെങ്കിൽ നിസ്സാര വാക്കുകൾക്ക് പോലും സമാധാനം പറയേണ്ടി വരുമെന്ന് നമ്മുടെ വചനത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലേ. മത്തായിയുടെ സുവിശേഷത്തിൽ 25-ാം അധ്യായത്തിൽ 14 തൊട്ട് 30 വരെ വാക്യങ്ങൾ വായിച്ചാൽ നമുക്കറിയാം. അത് പിന്നെ തൻ്റെ ദാസന്മാർക്ക് നിശ്ചിത എണ്ണം താലന്തുകൾ അല്ലെങ്കിൽ സ്വർണ്ണ നാണയങ്ങൾ ഏൽപ്പിച്ചിട്ട് പോയ താലന്ത് എന്നാണ് പറയുന്നത്. താലന്തുകൾ ഏൽപ്പിച്ചു പോയ യജമാനൻ്റെ കഥയാണ് പറയുന്നത് അല്ലേ. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ. തീർച്ചയായിട്ടും ഒരാൾ ഇരട്ടിയാക്കി, അടുത്തയാൾ ഇരട്ടിയാക്കി, ഒരുത്തൻ എന്താ കൊണ്ടേ കുഴിച്ചിട്ടു അല്ലേ. അപ്പോൾ അവൻ്റെ അടുത്ത് ആ താലന്ത് തിരിച്ചെടുത്തിട്ട് എന്താ സംഭവിച്ചത്, കൂടുതൽ ഉണ്ടാക്കിയവന് കൊടുത്തു അല്ലേ. സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുന്നത്, ഇവിടെ എന്നിട്ട് പറഞ്ഞൊരു വാക്ക്, അവനെ ഇരുട്ടിലേക്ക് പുറന്തള്ളിക്കളഞ്ഞെന്ന് പറഞ്ഞാൽ ഈ താലന്ത് കുഴിച്ചിട്ടവൻ അല്ലേ. ഇവിടെ നമ്മോട് പറയുന്നൊരു കാര്യം തരാം. അവിടെ തുടർന്ന് വചനത്തിൽ പറയുന്നുണ്ട്, അല്പത്തിൽ വിശ്വസ്തനായിരുന്നവനെ അധികത്തിൽ വിചാരകനാക്കും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ചെറിയ ചെറിയ കുറ്റങ്ങളായിരിക്കും പറഞ്ഞെന്നുള്ളവർക്ക് എന്താ മനസ്സിലാക്കുക, ചെറിയ കുറ്റമായാലും വലിയ കളവാണെങ്കിലും വിശ്വസ്തത കുറവ്, ചെറിയ വിശ്വസ്തത കുറവാണെങ്കിലും വലിയ വിശ്വസ്തത കുറവാണെങ്കിലും വിശ്വസ്തത കുറവിന് തെറ്റ് ഉറപ്പാണ് അല്ലേ. അതേസമയം അല്പത്തിലെങ്കിലും വിശ്വസ്തത കാണിക്കുന്നവൻ അവനെ അധികത്തിന് വിചാരകനാക്കുമെന്നാണ് പറയുന്നത്. കൂടാതെ യജമാനൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്യുമെന്നാണ് പറയുന്നത് അല്ലേ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെ ചിന്തിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് അധികത്തിന് അധികാരിയാക്കുക എന്ന് പറഞ്ഞാൽ. അതുകൂടാണ്ട് യജമാനൻ്റെ സന്തോഷം നമുക്ക് ലഭിക്കുക എന്നത് ഇതൊരു വലിയ കാര്യം തന്നെയാണ് അല്ലേ. ചില ആളുകൾ സംസാരിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ ഞാൻ അതിൻ്റെ വിശ്വാസങ്ങളിലേക്ക് കിടക്കുന്നില്ല, അവരുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന അവിശ്വസ്തത, അവരുടെ ജീവിതത്തിൽ കുടുംബത്തിൽ കാണിച്ച അവിശ്വസ്തത അല്ലെങ്കിൽ വ്യക്തികളോട് കാണിച്ച അവിശ്വസ്തത, അത് ശരിക്കും പറഞ്ഞാൽ അവരുടെ സന്തോഷം കളയുകയാണെന്നുള്ളതാണ്. മാനസികമായിട്ട്. കാരണം ഞാൻ ചെയ്ത് തെറ്റാണ്, ഞാൻ എൻ്റെ മനസാക്ഷിയുടെ ഒരു കുറ്റപ്പെടുത്തൽ അല്ലേ. ആ മനസാക്ഷിയുടെ കുറ്റപ്പെടുത്തൽ മനസാക്ഷിയുള്ളവർക്ക് അല്ലെങ്കിൽ മനസാക്ഷിയുടെ കുറ്റപ്പെടുത്തലുള്ളവർക്ക് സത്യമായിട്ടും പറയാം അതൊരു വല്ലാത്തൊരു അവസ്ഥയാണ്, ഒരു അസ്വസ്ഥതയാണ്. കിടന്നാൽ ഉറക്കം വരില്ല. മാത്രമല്ല കാണിച്ച അസ്വസ്ഥത നാളെ തൻ്റെ ജീവിതത്തിൽ എങ്ങനെ ബാധിക്കുമെന്നുള്ള ചിന്തകൾ, ഇതൊക്കെ അവർ വല്ലാതെ പ്രയാസത്തിലാക്കുമെന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതേസമയം ഞാൻ പറയട്ടെ, അത് തെറ്റില്ലാതെ വിശ്വസ്തയോടെ കാര്യങ്ങൾ ചെയ്താൽ, നമ്മൾ വിശ്വസ്തയോടെ കാര്യങ്ങൾ ചെയ്താൽ എന്താ സംഭവിക്കുക, നമുക്കത് വലിയ മനസ്സിന് സന്തോഷം നൽകും അല്ലെ. മനസ്സന്തോഷം നമുക്ക് വലുതായിട്ട് ഉണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തുടർന്ന് നമുക്ക് ചിന്തിക്കാം 1 കൊരിന്ത്യർ 4:1-2 വാക്യങ്ങൾ. ഈ വാക്യം വളരെ ശ്രദ്ധയോടെ പഠിക്കേണ്ട ഒരു വചനമാണ് അല്ലേ. ഇവിടെ പൗലോസ് ഇങ്ങനെ പറയുന്നു, ഞങ്ങളെ ക്രിസ്തുവിൻ്റെ ശുശ്രൂഷക്കാരുടെ അതായത് ഞങ്ങളെ ക്രിസ്തുവിൻ്റെ ശുശ്രൂഷക്കാരും
ദൈവമർമ്മങ്ങളുടെ ഗൃഹവിചാരകന്മാരും എന്നിങ്ങനെ ഓരോരുത്തൻ എണ്ണിക്കൊള്ളട്ടെ. ഗൃഹവിചാരകന്മാരിൽ അന്വേഷിക്കുന്നതോ അവർ വിശ്വസ്തരായിരിക്കണമെന്നത്രേ. മനസ്സിലായോ? ഗൃഹവിചാരകന്മാരിൽ അന്വേഷിക്കുന്നത് അവർ വിശ്വസ്തരായിരിക്കണമെന്നാണ്. ഈ വചനം നമ്മളോട് വളരെ ഇടപെടുന്നൊരു വചനം തന്നെയാണ്. അതായത് പിന്നെ ദൈവമർമ്മങ്ങളുടെ ഗൃഹവിചാരകന്മാർ നമ്മളാണ്. അങ്ങനെയെങ്കിൽ അല്ലേ, തീർച്ചയായിട്ടും ദൈവവചനത്തെക്കുറിച്ച് നമ്മൾ മറ്റുള്ളവർ പറയുകയും നമ്മളോട് പ്രസംഗിച്ച് നമ്മളൊരു ഉത്തരവാദിത്തപ്പെട്ട കാര്യങ്ങളാണ് അല്ലേ. ലോകമെങ്ങും പോയി എൻ്റെ സുവിശേഷം ലോകത്തിലെല്ലാം അറിയിക്കാൻ പറഞ്ഞ കർത്താവ് അല്ലെ നമുക്കുള്ള ആ ഒരു കൽപ്പനയിലാണ് നമ്മുടെ കർത്താവ് അവസാനമായിട്ട് നമുക്ക് തന്നൊരു കൽപ്പന എന്ന് പറയുന്നത് അല്ലേ. തീർച്ചയായിട്ടും അപ്പോൾ ദൈവമർമ്മങ്ങളുടെ വിചാരങ്ങൾ നമ്മൾ തന്നെയാണ് അല്ലേ. അപ്പോൾ ഗൃഹവിചാരകന്മാരിൽ അന്വേഷിക്കുന്നതോ അവർ വിശ്വസ്തരായിരിക്കും. അപ്പോൾ നമുക്കൊരു കർത്താവിനെ കുറിച്ച് പറയണമെങ്കിൽ, കർത്താവിനെ കുറിച്ച് ചിന്തിക്കണമെങ്കിൽ ഉണ്ടാവേണ്ട വിഷയം എന്താണ്? അവർ വിശ്വസ്തരായിരിക്കണമെന്നാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ സ്വയം വിലയിരുത്തണം കേട്ടോ. സ്വയം വിലയിരുത്തുക, നമ്മൾ വിശ്വസ്തരാണോ എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുക. തീർച്ചയായിട്ടും നമ്മൾ ചിന്തിക്കുക. ദൈവവചനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ സ്വയം ഒന്ന് വിലയിരുത്തുക, നമ്മുടെ വിശ്വസ്തത എവിടം വരെ ഉണ്ട് എന്നുള്ളത്. നമ്മുടെ വിശ്വാസം നഷ്ടപ്പെട്ട് എന്ത് സംഭവിക്കുക എന്നുള്ളത് ചിന്തിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും നമ്മൾ പറയുക, ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ പിന്നെ എല്ലാ ഗുണവും ഉണ്ടായിട്ടും വിശ്വസിക്കാൻ കൊള്ളില്ല എന്നുള്ള പേര് വീണാൽ വല്ല കാര്യമുണ്ടോ? കർത്താവിൻ്റെ സന്നിധിയിൽ മറുപടി പറയേണ്ടി വരുമെന്നുള്ളതിനൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിലും അതിന് സമാധാനം പറയേണ്ട ഒരവസ്ഥയിലേക്ക് വരും. ശരിക്കും പറഞ്ഞാൽ ഞാൻ ചിന്തിക്കാറുണ്ട്, ശരിക്കും പറഞ്ഞാൽ ഒരു കോഴിമുട്ട എടുത്തു കഴിഞ്ഞാൽ അല്ലേ, ഒരു കോഴിമുട്ട നമ്മൾ പിന്നെ പൊരുന്നിക്ക് വെച്ചാൽ 21 ദിവസം കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് മനോഹരമായൊരു കോഴിക്കുഞ്ഞ് പുറത്തു വരും അല്ലേ. ആ ഒരു ജീവനെ ഉണ്ടാക്കാൻ വേണ്ടതെല്ലാം ആ കോഴിമുട്ടയ്ക്കകത്തുണ്ട് അല്ലേ. അതേപോലെ തന്നെ ഈ കോഴിമുട്ട കൊണ്ട് നമുക്ക് എന്തൊക്കെ വിഭവങ്ങൾ ഉണ്ടാക്കാം. നമ്മുടെ 10 വിരലിലെണ്ണുന്നതിനേക്കാൾ കൂടുതൽ വിഭവങ്ങൾ നമുക്ക് വളരെ രുചികരമായ വിഭവങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും അല്ലേ. എന്നാൽ ഈ കോഴിമുട്ട ഒരെണ്ണം ചീഞ്ഞു പോയാലോ, അത് ചീമുട്ടയാലോ, ചീമുട്ട പൊട്ടിച്ചാൽ എന്താ സംഭവിക്കുക? കടുത്ത നാറ്റമായിരിക്കും അല്ലേ. ആ പ്രദേശത്ത് നിൽക്കാൻ പറ്റില്ല, അത്രയ്ക്ക് നാറ്റമായിരിക്കും അല്ലേ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതവും അങ്ങനെ തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ കേട് പറ്റിയാൽ, നമ്മുടെ ജീവിതത്തിൽ വിശ്വസ്തതയ്ക്ക് കുറവ് പറ്റിയാൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം അതുപോലെ തന്നെ ആകുമെന്നുള്ളതിന് യാതൊരു സംശയം വേണ്ട. തീർച്ചയായിട്ടും നമ്മൾ ഒരുപാട് തലങ്ങളിൽ നമ്മുടെ വിശ്വസ്തത തെളിയിക്കേണ്ടതായിട്ടുണ്ട് അല്ലേ, വിശ്വസ്തത പാലിക്കേണ്ടതായിട്ടുണ്ട്. ഒരു പിതാവ് എന്ന നിലയ്ക്ക് കുടുംബത്തോട് വിശ്വസ്തത ഉള്ളവനായിരിക്കണം അല്ലേ, എങ്കിൽ മാത്രമേ കുടുംബത്തിൽ സന്തോഷവും ഉയർച്ചയൊക്കെ ഉണ്ടാകത്തുള്ളൂ. ഒരു മാതാവ് എന്ന നിലയ്ക്ക് കുടുംബത്തോട് വിശ്വസ്തത പുലർത്തണം അല്ലേ, ഇല്ലെങ്കിൽ കുടുംബം എന്ന് നശിച്ചു എന്ന് ചോദിച്ചാൽ മതി അല്ലേ. അതുപോലെ തന്നെയാണ് മക്കളുടെ വിശ്വാസം കുറഞ്ഞ പോലെ എന്താ സംഭവിക്കുക? സത്യമായിട്ട് ആ കുടുംബത്തിന് എന്നൊരു തലവേദന തന്നെയായിരിക്കും അല്ലേ. ആ കുടുംബത്തിൻ്റെ സങ്കടം മാറില്ല അല്ലേ. അങ്ങനെ വിവിധ തലങ്ങൾ പരിശോധിച്ച ദൈവവചനം അനുസരിച്ച് വിശ്വസ്തത പാലിച്ചില്ലെങ്കിൽ അത് ഏറ്റവും സങ്കടകരമായിരിക്കും എന്നുള്ളത് വലിയൊരു വിഷയമാണ്. ഒരു കൂട്ടായ്മയുടെ ഉത്തരവാദിത്തപ്പെടുന്ന ഒരാൾ വിശ്വസ്തയോടെ തൻ്റെ ഉത്തരവാദിത്തങ്ങൾ പാലിക്കുന്നില്ല എങ്കിൽ ഒരു കാരണവശാലും ആ കൂട്ടായ്മയിൽ സന്തോഷം ഉണ്ടാവുകയില്ല എന്നുള്ളത് സത്യമാണ് അല്ലേ. അപ്പം അതുപോലെ തന്നെയാണ് അയൽപക്ക ബന്ധങ്ങളിൽ വിശ്വസ്തത പുലർത്തേണ്ടത് വളരെ ആവശ്യമാണ് അല്ലേ. അയൽപക്ക ബന്ധങ്ങളിൽ നാം സുവിശേഷമായിരിക്കണമെന്നാണ് പറയുന്നത്. നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മളെപ്പോഴും ഒരു സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയരാണ് എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഏറ്റവും കൂടുതൽ സോഷ്യൽ ഓഡിറ്റിംഗ് നടത്തുന്നാരാ? അയൽവക്കക്കാരനാണ് അല്ലേ. അപ്പോൾ കാരണം അവരാണ് നമ്മളെപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ അയൽവക്കങ്ങളിൽ നമ്മൾ സുവിശേഷം പറയാൻ കഴിയുന്നില്ലെങ്കിൽ, നമുക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല എങ്കിൽ മനസ്സിലാക്കുക, നമ്മുടെ വിശ്വസ്തത കർത്തൃസന്നിധിയിൽ പോയി എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും. പ്രിയമുള്ളവരെ, നമ്മൾ വിശ്വസ്തയുടെ ആവശ്യകതകളെക്കുറിച്ചാണ് നമ്മൾ ഇത്രയും സംസാരിച്ചത് അല്ലേ. ഇനി വിശ്വസ്തത നമ്മൾ പാലിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്നുള്ളതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ പറയാം, 2 തിമോത്തിയുടെ പുസ്തകത്തിൽ 2-ാം അധ്യായത്തിൽ 11-12 വാക്യങ്ങൾ. 2 തിമോത്തി 2-ാം അധ്യായം 11-12 ഇങ്ങനെ പറയുന്നത്, നാം അവനോടുകൂടെ മരിച്ചു എങ്കിൽ കൂടെ ജീവിക്കും, സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും. നാം തള്ളിപ്പറയുമെങ്കിൽ അവൻ നമ്മെയും തള്ളിപ്പറയും. അതായത് കർത്താവിൻ്റെ കൂട്ടായ്മയിൽ വിശ്വസ്തയോട് കൂട്ടായ്മ ആചരിക്കാതെ അതിന് വിരുദ്ധമായി പ്രവർത്തിച്ചാൽ, അവനെ തള്ളിക്കളഞ്ഞാൽ കർത്താവ് നമ്മെയും തള്ളിക്കളയുമെന്ന് തന്നെയാണ് വൃത്തിയായിട്ട് വചനം പറയുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും സംഭവിച്ചിരിക്കുന്ന പ്രയാസങ്ങൾക്ക് കാരണം നമ്മൾ ചിന്തിക്കുക നമ്മുടെ വിശ്വസ്തതയുടെ കുറവാണ്. നമ്മൾ സ്വയമേ ചിന്തിച്ച് നോക്കുക, മനസ്സിലായി. നമ്മൾ യേശുവിനെ ചിന്തിക്കുക, നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടോ? നമ്മൾ സ്വയം ചോദിക്കുക,
നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുക. യേശുവിനെ സ്നേഹിക്കുന്നുണ്ടോ? സ്വന്തം ചിന്തിച്ച് നോക്കുക. കർത്താവ് ചോദിക്കുന്നത്, നിങ്ങൾ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്നതൊന്നും ചെയ്യുന്നില്ല എങ്കിൽ, നിങ്ങൾ ആലോചിച്ച് നോക്ക്. കർത്താവ് കർത്താവെന്ന് വിളിക്കുന്നു, കർത്താവ് പറയുന്നൊന്നും ചെയ്യുന്നില്ല. അങ്ങനെയെങ്കിൽ നമ്മുടെ വിശ്വസ്തത അവിടെ പോയി. കർത്താവ് നമ്മൾ ചോദിക്കുന്ന കാര്യമാണത്. നമ്മൾ കർത്താവിനെ പറ്റിക്കാനല്ല ശ്രമിക്കുന്നത്. കർത്താവ് കർത്താവ് എന്ന് 100 വട്ടം വിളിക്കും അല്ലേ? ഈ വാക്കുകൾ നമ്മളെ തീർച്ചയായിട്ടും ചോദ്യം ചെയ്യുകയാണെന്നുള്ളത് മനസ്സിലാക്കണം. സഹോദരങ്ങളെ, വിശ്വസ്തത നഷ്ടപ്പെടുന്നത് ഒരു ദിവസം കൊണ്ടൊന്നുമല്ല. അത് ചെറിയ ചെറിയ കാര്യങ്ങളിലാണ് തുടങ്ങുന്നത്. ചെറിയ കള്ളം, ചെറിയ അവഗണന, ചെറിയ പാപം. ഒരു കുട്ടി ചെറിയ കള്ളം പറയുന്നു. ആദ്യം ഇതൊന്നുമല്ല, കുഴപ്പമൊന്നുമില്ലെന്ന് തോന്നും. പക്ഷെ പിന്നീട് അത് ഒരു ശീലമായിട്ട് മാറുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ. അപ്പോൾ നമ്മുടെ ചെറിയ ചെറിയ പാവങ്ങളാണ് എന്ന് നമ്മൾ കരുതുന്ന ആ പാവങ്ങൾ, വിശ്വസ്തതക്കുറവ്, അത് നമ്മളെ ദൈവത്തിൽ നിന്ന് വളരെയേറെ ദൂരെയാക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. യൂദാസ് ഇസ്കറിയോത്ത നമുക്കറിയാം അല്ലേ? കർത്താവിൻ്റെ കൂടെ നടന്നവനാ, കർത്താവിൻ്റെ അത്ഭുതങ്ങളെല്ലാം കണ്ടവനാ. പക്ഷേ ഹൃദയം മാറിയില്ല. 30 വെള്ളിക്കാശിനായി അവന് യേശുവിനെ ഒറ്റുകൊടുക്കുന്നു അല്ലേ? യേശുവിനെ വിൽക്കുന്നു 30 വെള്ളിക്കാശിനായിട്ട് അല്ലേ? സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കാം, നാം എന്തിനു വേണ്ടി നമ്മുടെ കർത്താവിനെ വിട്ടുകൊടുക്കുന്നു? നമ്മൾ സ്വയം ചോദിക്കാം, നാം എന്തിനു വേണ്ടി നമ്മുടെ കർത്താവിനെ വിട്ടുകൊടുക്കുന്നു? പത്രോസ് കർത്താവിനെ നിഷേധിച്ചു. പക്ഷെ അവൻ കരഞ്ഞുകൊണ്ട് തിരിച്ചു വന്നു. അവൻ പശ്ചാത്തപിച്ചു. എന്താ സംഭവിച്ച? കർത്താവിനെ ചേർത്ത് പിടിച്ചു അല്ലേ? ഉപേക്ഷിച്ചില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രത്യാശ അതാണ്. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വന്നാൽ കർത്താവ് ചേർത്ത് പിടിക്കുന്നൊരു കർത്താവാണ് നമുക്കുള്ളത്. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് കർത്താവിനെ വിട്ടുകൊടുക്കേണ്ടതെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ലോകസുഖം, പണം, മനുഷ്യരധികാരം, നമ്മൾ സ്വയം ചിന്തിക്കണം. ഇതിനേക്കാളൊക്കെ വലുതല്ലേ നമ്മുടെ കർത്താവ്? യേശുവിൻ്റെ അടുത്ത് ഇരിക്കുന്നത് മാത്രം പോരാ. കർത്താവ് കർത്താവ് എന്ന് വിളിക്കുന്നത് മാത്രം പോരാ. ഹൃദയം അവനോടൊപ്പം ആയിരിക്കണം. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? ദൂർത്തൂത്തൻ്റെ ഉപമ ഓർക്കുക. പിതാവ് കാത്തിരുന്നു അല്ലേ? മകനെ ദൂരത്ത് കണ്ടപ്പോൾ അവനോട് ചെന്ന് അവനെ ചേർത്ത് പിടിച്ചു. അവന് പുതിയ വസ്ത്രം നൽകി, അവന് ചെരുപ്പുകൾ നൽകി, മോതിരം നൽകി അല്ലേ? ദൈവം കർത്താവ് നമ്മോട് പറയുകയാണ്, വിശ്വസ്തത ഇല്ലായ്മ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് ത്യജിച്ചുകൊണ്ട്, മകനെ മകളെ തിരിച്ചു വാ. നമുക്ക് ഒന്ന് ചിന്തിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം, ഹൃദയത്തിൽ ദൈവത്തോട് സംസാരിക്കാം. കർത്താവേ, ഞാൻ വിശ്വസ്തനായിരുന്നോ? ചിന്തിച്ചു നോക്കുക, എവിടെയാണ് ഞാൻ വീണത്? നമുക്ക് വീണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കർത്താവിനോട് പറയണം, ഞാൻ തിരിച്ചു വരുന്നു. കർത്താവേ, ഞാൻ തിരിച്ചു വരുന്നു പറയണം. നമുക്ക് കർത്താവിനോട് പറയണം, കർത്താവേ, ഞാൻ തിരിച്ചു വരുന്നു. ഇന്നത്തെ വചന കർത്താവ് ഇങ്ങനെ തൻ്റെ വചനങ്ങളോട് നമ്മളോട് സംസാരിക്കുകയാണ്. ഞങ്ങളുടെ ഹൃദയം പരിശോധിക്കണം. ഞങ്ങൾ വീണിടങ്ങളിൽ ക്ഷമിക്കണമേ എന്ന് കർത്താവിനോട് നമുക്ക് പറയാം. ഇനി നിന്നോട് വിശ്വസ്തരായി ജീവിക്കാൻ ഞങ്ങൾക്ക് ശക്തി തരണമേ എന്ന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവിനോട് ആവശ്യപ്പെടാം. വളരെ വ്യക്തമായിട്ട് പറയാം, നമ്മുടെ വീഴ്ചകളിൽ നമുക്ക് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല എങ്കിൽ നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിൽ മുട്ടുമടക്കാം, കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും പ്രാർത്ഥന കേൾക്കുന്ന കർത്താവ് നമ്മളോട് കൂടെ നിൽക്കും. നമ്മുടെ ജീവിതത്തിൽ അത് ഒരു അനുഗ്രഹമായി മാറും. നമ്മുടെ തടയപ്പെട്ട അനുഗ്രഹങ്ങൾ നമ്മളിലേക്ക് ചാലിട്ടൊഴുകും. പക്ഷെ നമ്മുടെ വിശ്വസ്തത പോകരുത്. കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്വസ്തരായിരിക്കുക. എവിടെ വീണുപോയി എന്ന് നമ്മൾ സ്വയം ചിന്തിക്കുക. കർത്താവിനോട് പ്രാർത്ഥിക്കുക, കർത്താവേ, എനിക്കിതിൻ്റെ അകത്തുനിന്ന് കരകയറണം, എന്നെ സഹായിക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുക. ദൈവം അനുഗ്രഹിക്കും. ദൈവനാമം മാത്രം എടുക്കട്ടെ. ആമേൻ, ആമേൻ. പ്രിയമുള്ളവരെ, ഈ സന്ദേശം ഇഷ്ടപ്പെട്ടെങ്കിൽ
നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക, ഷെയർ ചെയ്യാൻ ശ്രദ്ധിക്കുക. ദൈവം നാം മാത്രം ഇരിക്കട്ടെ. പ്രാർത്ഥന ആവശ്യങ്ങൾക്കായിട്ട് വിളിക്കാൻ മറക്കരുത്, മടിക്കരുത്. ദൈവം അനുഗ്രഹിക്കട്ടെ.